A+2 സ്വാഗതം. സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ വായ്പകൾ എടുക്കുന്ന ഒരാൾ വായ്പയുടെ കാലാവധിക്കുള്ളിൽ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ബാക്കി നിൽക്കുന്ന വായ്പയുടെ മുതലിൽ പരമാവധി 3 ലക്ഷം രൂപ വരെയുള്ള റിസ്ക് ഫണ്ട് ആനുകൂല്യം ലഭിക്കും. ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത്. ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കണം എങ്കിൽ നിയമാനുസൃതമായി റിസ്ക് ഫണ്ട് വിഹിതം അടച്ച വായ്പക്കാരനായിരിക്കണം എന്നുള്ളതാണ്. ഇത് സാധാരണ എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും ഇപ്പോൾ നമ്മൾ വായ്പ എടുക്കുന്ന സമയത്ത് തന്നെ റിസ്ക് ഫണ്ട് വിഹിതവും ഈടാക്കുന്നുണ്ട്. ഈ വിഹിതം ഈ ബന്ധപ്പെട്ട ബാങ്കുകൾ ഒടുക്കുന്ന മുറയ്ക്ക് വായ്പ എടുക്കുന്ന വ്യക്തിക്ക് ഈ പറയുന്ന ആനുകൂല്യം ലഭിക്കും. നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിയമം എന്ന് പറയുന്നത് തിരിച്ചടവിൽ 6 മാസത്തിൽ കൂടുതൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യം നൽകില്ല എന്നുള്ളതാണ്. അതായത് തിരിച്ചടവിൽ 6 മാസത്തിൽ കൂടുതൽ വീഴ്ച ഉണ്ടായിരിക്കുകയും വായ്പ എടുത്ത ആൾ മരണപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ റിസ്ക് ഫണ്ട് ആനുകൂല്യം ലഭിക്കില്ല എന്നുള്ളതാണ് നിലവിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനാണ് മാറ്റം അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത്. അതായത് 6 മാസത്തെ സമയപരിധി കഴിഞ്ഞാലും ഈ അപേക്ഷ റിസ്ക് ഫണ്ട് ആനുകൂല്യത്തിനുള്ള അപേക്ഷകൾ പരിഗണിക്കും എന്നുള്ളതാണ്. അപേക്ഷിക്കുന്ന വ്യക്തിയുടെ സാമ്പത്തികവും സാമൂഹ്യപരവുമായ സ്ഥിതി കൂടി പരിഗണിച്ചിട്ടാണ് ഇനി ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത്. തിരിച്ചടവ് 6 മാസത്തിൽ ഏറെ മുടങ്ങിയ വായ്പകൾ ആണെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ബന്ധപ്പെട്ട് അപേക്ഷ നൽകുന്ന വ്യക്തിയുടെ സാമൂഹികവും സാമ്പത്തികപരവുമായ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇതിൻ്റെ തീരുമാനം ഉണ്ടാവുക. മാരകമായ രോഗം ബാധിച്ച വായ്പക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് 70 വയസ്സ് പിന്നിട്ട ആളാണെങ്കിൽ ആനുകൂല്യം ലഭിക്കില്ല എന്നുള്ള മാനദണ്ഡത്തിലും മാറ്റമുണ്ട്. വായ്പ തിരിച്ചടവ് മുടങ്ങിയിട്ടുള്ള സാമ്പത്തിക ശേഷി കുറഞ്ഞ നിരവധി പേർക്ക് ഈ ആനുകൂല്യത്തിന് ഇപ്പോൾ അർഹത വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ സഹകരണ സംഘങ്ങളിൽ നിന്ന് കാർഷികേതര വായ്പ എടുക്കുന്നവർ വായ്പാ കാലാവധിയിലോ കാലാവധി കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലോ മരിച്ചാൽ 3 ലക്ഷം രൂപ വരെയുള്ള കടബാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ റിസ്ക് ഫണ്ട് ആനുകൂല്യം. വായ്പാക്കാരന് മാരക രോഗം ബാധിച്ച് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാലും ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ട്. അർബുദം ബാധിച്ചവരും വൃക്കരോഗം ബാധിച്ചവരും ഡയാലിസിസിന് വിധേയമായവരും ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞവരും പക്ഷാഘാതമോ അപകടമോ മൂലം ശരീരം തളർന്ന് കിടപ്പിലായവരും HIV പോസിറ്റീവ് ആയവരും ഒക്കെയാണ് മാരക രോഗബാധിതരായി കണക്കാക്കുക. ഇത്തരത്തിൽ റിസ്ക് ഫണ്ട് ആനുകൂല്യത്തിന് വേണ്ടി നമ്മൾ നൽകാനുള്ള ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാരക രോഗം മൂലം വായ്പ തീർക്കാൻ കഴിയാത്ത ആളുകൾക്ക് പരമാവധി 1,25,000 രൂപയാണ് ആനുകൂല്യമായി ലഭിക്കുക. ഇതിൽ അറിയേണ്ട കാര്യം എത്ര വായ്പ ഉണ്ടെങ്കിലും രോഗം പിടിപെടുന്ന സമയത്ത് നിലവിൽ 70 വയസ്സ് കഴിയരുത് എന്നു ഉണ്ട്. അതിനും മാറ്റം വന്നിട്ടുണ്ട്. ധനസഹായം ലഭിച്ച വ്യക്തി മരണപ്പെട്ടാൽ ഇതിന് ശേഷം ഇത് കഴിച്ചുള്ള വിഹിതം മാത്രമേ മരണാനന്തര ആനുകൂല്യമായും നൽകുകയുള്ളൂ. കാരണം ഈ സഹകരണ സംഘങ്ങളിൽ മരണാനന്തര ആനുകൂല്യം നൽകുന്ന ഒരു വ്യവസ്ഥ നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ അറിയേണ്ടത് ഇതിനു വേണ്ടി എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളതാണ്. വായ്പ എടുത്ത വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ അനന്തരാവകാശിയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ളത്. ഡെത്ത് സർട്ടിഫിക്കറ്റ് അഥവാ മരണ സർട്ടിഫിക്കറ്റ് സഹിതമാണ് അപേക്ഷ ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനത്തിൽ നൽകാൻ ഉള്ളത്. ഈ അപേക്ഷ പരിശോധിക്കപ്പെടുകയും അർഹത ഉണ്ടെങ്കിൽ അതനുസരിച്ച് ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സഹകരണ സംഘങ്ങളിലാണ് ഈ റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്.
ഈ സ്ഥാപനങ്ങളിൽ നിന്നും നൽകുന്ന വായ്പ എടുത്ത വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യത്തിന് അനന്തരാവകാശികൾക്ക് അർഹതയായി മാറുകയുള്ളൂ. മരണപ്പെട്ട് കഴിഞ്ഞാൽ അനന്തരാവകാശികൾ റിസ്ക് ഫണ്ട് ആനുകൂല്യത്തിന് അപേക്ഷ സമർപ്പിക്കാൻ മറക്കാതിരിക്കണം. അതിൻ്റെ മാനദണ്ഡങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വന്നതുകൊണ്ട് നിരവധി പേർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു.